മോക്ക് ടെസ്റ്റ് 15 സിറാക്ക് ചാപ്റ്റർ 48. ചോദ്യം 1. അഗ്നി പോലെ പ്രത്യക്ഷപ്പെടുകയും വാക്കുകൾ പന്തം പോലെ ജ്വലിക്കുകയും ചെയ്തത് ആരുടെ? ഏലീഷ, യേശയ, ഏലിയ. 2. ഏലിയ ആകാശവാതിലുകൾ അടച്ചതെങ്ങനെ? കർത്താവിന്റെ വാക്കുകൊണ്ട്, അത്യുന്നതന്റെ വാക്കുകൊണ്ട്, അവന്റെ വാക്കുകൊണ്ട്. 3. ഏലിയ പാതാളത്തിൽ നിന്നും ഒരു ജഡത്തെ ഉയർപ്പിച്ചതെങ്ങനെ? അത്യുന്നതന്റെ വാക്കുകൊണ്ട്, കർത്താവിന്റെ വാക്കുകൊണ്ട്, അത്ഭുത പ്രവൃത്തി കൊണ്ട്. 4. ഏലിയ പ്രതികാരത്തിന്റെ വിധികൾ ശ്രവിച്ചത് എവിടെ വെച്ച്? സീനായിൽ വെച്ച്, ഹോറബിൽ വെച്ച്, വിശുദ്ധ സ്ഥലത്ത് വെച്ച്. 5. ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് എന്തിന്? ഭരണം നടത്താൻ, നിയമപാലനം നടത്താൻ, ശിക്ഷ നടത്താൻ. 6. ആഗ്നേയാശയങ്ങളെ ബന്ധിച്ച രഥത്തിൽ ഏലിയ എങ്ങനെയാണ് സംവഹിക്കപ്പെട്ടത്? ചുഴലിക്കാറ്റിൽ, കൊടുങ്കാറ്റിൽ, അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ. 7. ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെട്ട ഏലിയായുടെ ചൈതന്യം ആരിലാണ് നിറഞ്ഞത്? ഹെസക്കിയായിൽ, യേശയായിൽ, ഏലീഷായിൽ. 8. ഹെസക്കിയ നഗരത്തിൽ ചെയ്തതിൽ പെടാത്തത് ഏത്? നഗരം മതിലുകെട്ടി ഉറപ്പിച്ചു, നഗരത്തിൽ ജലം കൊണ്ടുവന്നു, ഇരുമ്പുകൊണ്ട് പാറ തുരന്നു, കീടങ്ങളെ തുരത്തി. 9. കർത്താവ് പാളയം തകർത്തത് ആരുടെ? ഹോറബിന്റെ, അസീറിയക്കാരുടെ, ജെറൂസലമിന്റെ. 10. യേശയ്യാ പ്രവാചകന്റെ പ്രബോധനം അനുസരിച്ച് പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ആര്? ഹെസക്കിയ, ഏലിയ, ഏലീഷ. 11. ആത്മാവിന്റെ ശക്തിയാൽ തന്റെ അവസാന നാളുകൾ ദർശിച്ചതാര്? ഏലിയ, ഏലീഷ, ഹെസക്കിയ. 12. 48-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നതിൽ പെടാത്ത പ്രവാചകൻ ആര്? ഏലീഷ, യേശയ, സാമുവൽ. ഉത്തരങ്ങൾ: 1. ഏലിയ. 2. കർത്താവിന്റെ വാക്കുകൊണ്ട്. 3. അത്യുന്നതന്റെ വാക്കുകൊണ്ട്. 4. ഹോറബിൽ വെച്ച്. 5. ശിക്ഷ നടത്താൻ. 6. അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ. 7. ഏലീഷായിൽ. 8. കീടങ്ങളെ തുരത്തി. 9. അസീറിയക്കാരുടെ. 10. ഹെസക്കിയ. 11. ഹെസക്കിയ. 12. സാമുവൽ.